എല്ലാത്തിനും ഒരു പൊരുളുണ്ട്. എന്നാൽ നിന്റെ വിശ്വാസത്തിന്റെ പൊരുൾ എന്താണ് ഹാരിസ? എല്ലാത്തിനും ഒരു പൊരുളുണ്ട്. നിന്റെ വിശ്വാസത്തിന്റെ പൊരുൾ എന്താണ് ഹാരിസ? മഹാനായ ഹാരിസ തങ്ങളെ വിളിച്ചു പറയുകയാണ്, യാ നബി അല്ലാഹ് അസ്ഫത്തു നഫ്സി അനി ദുനിയാ. 14 നൂറ്റാണ്ട് മുമ്പ് ഹാരിസ എന്ന് പറയുന്ന പ്രവാചകന്റെ മുമ്പിൽ, ഹാരിസ എന്ന് പറയുന്ന സ്വഹാബി പ്രവാചകന്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാനിതാ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കുന്നു, ഞാൻ ദുനിയാവിനെ ത്യജിച്ചിരിക്കുന്നു യാ റസൂലല്ലാഹ്. പല സൗകര്യങ്ങളും എന്റെ മുമ്പിലുണ്ട്, പല സന്തോഷങ്ങളും എന്റെ മുമ്പിലുണ്ട്, പക്ഷേ ഞാനിതാ ഇന്ന് ദുനിയാവിനെ വെടിഞ്ഞിരിക്കുന്നു, ഞാൻ സുഹൃത്തിന്റെ വടി തേടിയിരിക്കുന്നു, എനിക്ക് ദുനിയാവുമായി കണക്ഷനില്ല. സയ്യിദുനാ ഹാരിസ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഉമ്മത്തിന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നതും അതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നശ്വരമായ ലോകത്ത്, ഈ സമാധാനമില്ലാത്ത ലോകത്ത്, സന്തോഷമില്ലാത്ത ലോകത്ത്, സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ലോകത്ത് യഥാർത്ഥ സന്തോഷത്തെ വാരിപ്പുണരാ ഹാരിസ കാണിച്ച മെടുക്കാണ് ഇന്നത്തെ എന്റെ വിഷയം. ഹാരിസയുടെ ജീവിതമാണ് എന്റെ ഇന്നത്തെ വിഷയം. ഹാരിസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത ഒരു ജീവിതത്തിന്റെ റൂട്ടീനുണ്ട്, ജീവിതത്തിന്റെ ഒരു മാർഗരേഖയുണ്ട്, ജീവിതത്തിന്റെ ഒരു വഴിയുണ്ട്. കാട്ടിച്ചടക്കണ പെങ്ങള്, നിങ്ങൾക്കതിന് സാധിക്കുമോ? രക്ഷപ്പെട്ടു ജനങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറയട്ടെ, പെങ്ങള്, നമുക്ക് കഴിയണേ, ചെറുപ്പക്കാര് നമുക്ക് സാധിക്കണം. അതിന് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും അപ്പുറത്തേക്ക് യജമാനായ റബ്ബിന്റെ ദർബാറിലേക്ക് അറ്റുനേരം നെറ്റികുത്തുന്നവരായി ഈ ഉമ്മത്ത് മാറുന്ന ഒരു അവസ്ഥാവിശേഷം ഈ മഹല്ലത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കണേ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. സയ്യിദുനാ ഹാരിസ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനിതാ ഒടിഞ്ഞു നബിയേ, ഞാനിതാ ഒഴിവാക്കി നബിയേ, ഞാൻ പരിത്യാഗത്തിന്റെ വക്കീലാണ് നബിയേ, ഞാനിനി ഒന്നും ചിന്തിക്കുന്നില്ല നബിയേ. ആലോചിക്കുന്ന പെങ്ങള്, എത്ര കൃത്യമാണ് സയ്യിദുനാ ഹാരിസയുടെ നിലപാട്, എത്ര കൃത്യമാണ്. ഞാൻ ദുനിയാവോട് വിടുകയാണ്, എനിക്കിനി വേണ്ട നബിയേ. കണ്ണഞ്ചിപ്പിക്കുന്ന സൗഭാഗ്യതകൾ, സന്തോഷങ്ങൾ എന്റെ മുമ്പിൽ മലർത്തെ തുറന്നു വെച്ചാലും നബിയേ. അതാണ് ആ ഹാരിസ എടുത്ത നിലപാടാണ് പുതിയ കാലത്ത്